ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഒരു കറിയാണ്. ഒരുപാട് മസാലക്കുത്തലൊന്നും ഇല്ലാത്ത ചിക്കൻ കറിയുടെ അതേ മണവും സ്വാദുള്ള ഒരു കറിയാണ്. സോയാ ചങ്ക്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സോയാ ചങ്ക്സിൻ്റെ നല്ല രുചിയുള്ള ഒരു കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് സോയാ ചങ്ക്സിൻ്റെ കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഞാനത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് വെള്ളം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്തിട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കുക്കർ വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കഷ്ണമൊക്കെ ഉള്ള ഒരു ഇഞ്ചിയാണ്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. നീളത്തിൽ അരിഞ്ഞ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ആദ്യം അതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. തിന്നായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണേ. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വഴറ്റി നന്നായിട്ട് മൂക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് പെട്ടെന്നൊന്ന് മൂപ്പിട്ടിട്ട് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതങ്ങ് അവിടെ ഇട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതവിടെ ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഡയറക്റ്റ് അതിലേക്ക് ഇടുന്നതിലും രുചി ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴാണ്. അപ്പോൾ ആ കറക്റ്റ് നന്നായിട്ട് നമുക്ക് ആ പൊടി അങ്ങ് മൂത്ത് കിട്ടും. അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതിപ്പോൾ മുളക് വറക്കുന്നുണ്ടെങ്കിൽ വറക്കുന്നതിനിടയ്ക്ക് അങ്ങ് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് ആ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരും. ഇത് മൂത്ത് കഴിയുമ്പോൾ ആ ഒരു മണം വരും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിൽ വെച്ച് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഞാൻ ഓഫാക്കുകയാണ്. ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. നല്ല ഡാർക്ക് കളറാവണം. നല്ലൊരു സ്മെല്ല് വരും. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൂടെ മൂത്തയില്ലേ. കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ കറി ആകെ കുളമായി പോകും. നല്ല മൂത്തിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നന്നായിട്ട് മൂത്തൊക്കെ വരുന്നുണ്ട്. ആയിട്ടില്ല. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞിട്ട് ഞാൻ 1 പ്രാവശ്യം കൂടെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. പച്ചവെള്ളത്തിൽ. ഇനി നമുക്ക് 2 മീഡിയം സൈസ് വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കാം. ഇതൊന്ന് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. നമുക്കൊരു മീഡിയം സൈസ് തക്കാളി ഒന്ന് എടുത്തിട്ട് മുറിച്ച് വെക്കാം. ഇപ്പം സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വഴഞ്ഞണം. അതായത് മുരിഞ്ഞു പോവരുത്. എന്നാൽ ഡാർക്ക് കളറാവണം. അതുകൊണ്ട് ഇപ്പോൾ സവാളയുടെ കാണിച്ചു തരാം. അതാ നമ്മൾ ഇട്ട സവാളയുടെ 1/4 പോലും ഇല്ല ഇപ്പോൾ. ഇത് അത്രയും വഴന്നതായിട്ടുണ്ട്. പക്ഷെ എന്നാൽ അത് മുരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അത് മതി. നമുക്ക് തീ സിമ്മിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് വഴറ്റിയെടുത്താൽ മതി. സോയയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, ചിലർക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മളതിന് ഈ മസാല ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശരിക്കും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റും അതേ മണവുമാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മീറ്റ് മസാലയാണ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണേ, മാറിപ്പോകരുത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. വെച്ചാൽ അധികമായി പോകരുത്. മസാലയുടെ കുത്തലുണ്ടാവും. ഇതിപ്പോൾ ലൈറ്റായിട്ട് മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്യാം. ചൂടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ചൂടായിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 3-4 തണ്ട് മല്ലിയില, കുറച്ച് നല്ലോണം വേണം മല്ലിയില. ഇത് നമുക്ക് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം.
മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലോണം വേണം കേട്ടോ മല്ലിയില. അതിൻ്റെ കൂടെ നമുക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ സിമ്മിലിട്ടിട്ട് ആ മല്ലിയില ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ മല്ലിയില ഇട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് ഇളക്കി ആ മല്ലിയില ഒന്ന് വാടണം. വാടിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി സിമ്മിലിട്ട് വെക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണുള്ളത്. ഇത് നമ്മൾ സിമ്മിലിട്ടിട്ട് അതിൽ നിന്ന് വെള്ളം വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും. പിന്നെ നമ്മൾ സോയ ചങ്ക്സ് ഈ ചെറുത് വേണമെന്നില്ല കേട്ടോ, വലുതായാലും മതി. വലുതാണെങ്കിൽ മുറിച്ചിടണം, അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ചെറുത് വാങ്ങിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലുതാണെങ്കിലാണ് കാണാനൊരു ഭംഗി. ഇത് പക്ഷേ കുഴപ്പമൊന്നുമില്ല. അവിടെ സിമ്മിൽ അവിടെ കിടന്നോട്ടെ കേട്ടോ. അപ്പോഴത്തേ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ, തിളച്ച വെള്ളം വേണം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും. പിന്നെ ഞാൻ സ്റ്റീലിൻ്റെ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വഴറ്റുന്നതൊക്കെ ഞാൻ വേറെ അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ചെയ്തിട്ട് ഇത് ഞാൻ സ്റ്റീലിൻ്റെ കുക്കറിലേക്ക് മാറ്റുക ചെയ്യാം. കാരണം നമ്മൾ ചെറിയ ശ്രദ്ധ ഒന്ന് മാറിപ്പോയാൽ മതി അത് കരിഞ്ഞു പോകാനായിട്ട്. ഭയങ്കര ചൂടായിരിക്കും സ്റ്റീലിൻ്റെ കുക്കറിൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ സിമ്മിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അതാ കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒരു നന്നായിട്ട് നനഞ്ഞ് കുഴഞ്ഞിട്ടുണ്ട്. തക്കാളി ഒന്നും കാണുന്നില്ല, കഷ്ണങ്ങളായിട്ടൊന്നും കാണാനില്ല. ഇതെന്താ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് വരണം. അതിൻ്റെ ഇങ്ങനെ നല്ല പോലെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ സോയ ചങ്ക്സിൻ്റെ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റില്ലേ അതൊക്കെ ഒന്ന് മാറി നല്ല രുചിയായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്കൊരു നെകക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെകക്കെ കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പ് നോക്കട്ടെ, കുറച്ചുകൂടെ ഉപ്പ് വേണം. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. അത് മതി. നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അത് ഒറ്റ വിസിലിന് നമുക്ക് ഓഫാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് സമയം വേണ്ട, ഒറ്റ വിസിൽ മതിയാവും. അപ്പം ഒറ്റ വിസിലിന് ഞാൻ ഓഫാക്കി. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണം കേട്ടോ. അത് ചിക്കൻ കറിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇത് തുറക്കുന്ന സമയത്ത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് കിട്ടുന്നുണ്ടല്ലോ, അത് കുറച്ചെണ്ണം എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് ആ ഒരു തിക്നെസ് കിട്ടും. ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പം ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പം ശരിക്കും മണ്ഡലകാലമൊക്കെയാണ്, അപ്പം ചിക്കനും മട്ടനും മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്കാണേലും അതെ, ചോറിനാണേലും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അത്. അപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചത് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഒന്ന് കത്തിച്ചിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. അതുകൊണ്ട് ഇപ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും അങ്ങ് ഉടച്ചിട്ടുമില്ല, കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉടച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ളൊരു കറി. കുറച്ച് സമയം ഒന്ന് സിമ്മിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് സിമ്മിലേക്ക് ഇട്ട് വെക്കാം. ഇവിടെ തിളയ്ക്കുമ്പോൾ തന്നെ അങ്ങ് എണ്ണ കുറേശ്ശെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നത്? ഇല്ലെന്ന് തോന്നുന്നു. നല്ല കളറുണ്ട്, നല്ല ഡാർക്ക് കളറുള്ള നല്ല ചിക്കൻ കറിയുടെ മണമൊക്കെ ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു കറി കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പം ഈ പ്രോസസ്സൊക്കെ ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ആ വഴറ്റിയൊന്നും എടുക്കാതെയൊക്കെ ഇരുന്നാൽ ഈ ഒരു രുചിയൊന്നും കിട്ടില്ല. പിന്നെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മീറ്റ് മസാലയുടെ ഒക്കെ അളവും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഇതങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഈ രുചി കിട്ടില്ല കേട്ടോ. നല്ല ആ ഒരു സ്മെല്ലൊന്നും കിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഓഫാക്കാണ്. ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ സോയ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്പെഷ്യൽ റെസിപ്പീസ് മാത്രമല്ല, ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും ഇടണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.